എന്നൊരു സാമ്പാർ വെക്കുന്നുണ്ട്. തട്ടിക്കൂട്ട് സാമ്പാറാണ്, കഷ്ണമൊന്നുമില്ലാത്ത സാമ്പാർ. പിന്നെ കഷ്ണമില്ലാതുണ്ട്, ഉള്ളിയുണ്ട്, കുറച്ച് കാവേരിക്കായ രണ്ട് മൂന്നെണ്ണം അത്രയും കൊണ്ടുവന്നത്, പിന്നെ ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം ബീറ്റ്റൂട്ട്, ചക്കക്കുരു കുറച്ചാണ്. ഇതാണ് കഷ്ണക്കയിൽ. നമുക്ക് മല്ലിയാണിത്, മുഴുവൻ മല്ലിൻ്റെ. ഇത് കഴുകി വറുത്തതാണിത്. അതുപോലെ ഇത് പരിപ്പ് കുറച്ചധികം എടുത്തിന്, കറി വെക്കുന്ന വേറെ ഒന്നും ഇടുന്നില്ല, ഇതേ ഇടുന്നുള്ളൂ. ഇത് തോരപ്പരിപ്പുണ്ട്, ഉഴുന്നുപരിപ്പും ഉണ്ട്. ഇതൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടും കൂടി ഉണ്ട്. പിന്നെ ഉലുവയുണ്ട് ഇതിൽ. ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് അതുപോലെ ഇതുമെല്ലാം തേങ്ങ ഒന്ന് വറുത്തിട്ട് കൊണ്ടുപോയി തേങ്ങ കുറച്ച് ജീരകമെല്ലാം ഇട്ടിന്. പിന്നെ ഇതാ കൊച്ചുള്ളി, ചെറിയ ഉള്ളിയും വെളുത്തുള്ളി രണ്ടും ഉണ്ട്. ഇതും വേണം. ഇതിനൊന്നിച്ച് തന്നെ വറുക്കുക, തേങ്ങ ഒന്നിച്ച് വറുക്കുക, ഒന്ന് വാട്ടിയെടുക്കാതെ ഇത് വറുത്തിട്ട് കൊണ്ടുവരാം. ഇത് കുക്കറിൽ ഇട്ടിട്ട് അവിടെ അടുപ്പത്തും വെക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഷ്ണമെല്ലാം അടുപ്പത്തായതാ അല്ലേ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്ക് തേങ്ങ വറുക്കണ്ടേതാ. അങ്ങനെ എണ്ണയാക്കാണ്ട് ആദ്യം ഇടും. ഒന്ന് ഇതിൻ്റെ വെള്ളം വെരിഞ്ഞിട്ടാകും കുറച്ച് വെളിച്ചെണ്ണ നനക്കാം. അധികം എണ്ണയാക്കുന്നില്ല. വെള്ളം ആറത്തിൻ്റെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. കഷ്ണമൊന്നുമില്ലാന്ന് വെച്ചിട്ടാണ് സാമ്പാർ വെക്കാൻ നിൽക്കണ്ട. ഇതെല്ലാം തട്ടിക്കൂട്ട് വെക്കൽ. എല്ലാ കഷ്ണമില്ലെങ്കിലും സാമ്പാർ വെക്കാൻ നിൽക്കില്ല. ഞാനില്ലേനെ കൊണ്ട് വെക്കൽ. നല്ല രുചിയുള്ള സാമ്പാർ. കുറച്ച് ചായപ്പൊടിയിൽ തന്നെ ഇടാം. നമുക്ക് മുളക് പൊടി നീരിട്ടിട്ട് പരിപ്പ് വേവിക്കാനൊന്നും നിൽക്കണ്ട. ഇങ്ങനെയാകുമ്പോൾ നല്ല രുചിയായി. വറുത്തിട്ട് കഴിക്കാൻ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാണ്ടല്ലോ. തേങ്ങ വറുക്കാൻ പറ്റും കേട്ടോ. അതാ ഇതല്ലേ ചുവപ്പ് നിറം വെള്ളമായി. ഞാൻ വെളിച്ചെണ്ണ ഇതുവരെ ഒഴിച്ചിട്ടേ ഇല്ല. ഇത് വെച്ചിട്ടാണ് ആകുമ്പോഴേക്ക് ഓരോന്ന് പരിപ്പ് വെറുതെ പൊടിക്കാൻ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചിട്ടെടുക്കാൻ. ഇതെല്ലാം കൂടെ അരച്ചിട്ടെടുക്കുക. ഇതെല്ലാം അരച്ചാൽ സാഹചര്യം പൊടിച്ചതിനേക്കാളും മുളക് പൊടിയിലിട്ടും കായപ്പൊടിയിട്ടും പുളിയും ഇട്ടിൽ തന്നെ അരച്ചുകൊണ്ടിരാണ് പൊടിച്ചുകൊണ്ട്. മിനുസൊക്കെ പൊടിക്കണ്ട, തരി തരിയായിട്ട് മതി. ഇത് അല്ലേ, ഇത് കുറച്ച് മുമ്പിലിടാം. നമ്മൾ അരപ്പ് ഇതാണ്ട് അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. പൊടിയേലിടാം, പരിപ്പയിൽ കൊണ്ടിടാം. മുരിങ്ങാക്കോലിലല്ല, അതുകൊണ്ട് മുരിങ്ങ ഇല ഇടുന്നുണ്ടെങ്കിൽ രസം. കറിവേപ്പില ഇടുന്നുണ്ട്. കുഴപ്പമില്ല. നോക്കിയാൽ നേർപ്പിൽ വയ്ക്കാൻ.
കൊത്തമ്പാരി മല്ലി തന്നെ അരച്ചുകൊണ്ട് നല്ല മണം. മറ്റേ പൊടിയെല്ലാം കൂട്ടിയാലൊരു മണേ ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ കൂട്ടാലുണ്ട്. നല്ല വെള്ളം തിളപ്പിക്കുന്നതിലേക്ക് നേർപ്പിക്കാൻ വേണ്ടിയിട്ട് കടുകും ചുക്കരിയാൻ ഇട്ടിട്ട് കറിയുമായി, ഇഡ്ഡലിയുമായി, ഇഷ്ടംപോലെ കറിയായില്ലേ. ചോറിനും കറിയായി, ഇഡ്ഡലിക്ക് കറിയായി, ദോശക്ക് കറിയായി. സാമ്പാർ ഇഡ്ഡലിയായി. ദോശയാക്കേണ്ടത് എല്ലാവരും ഇഡ്ഡലി ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ.